അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. +2 പൊതുപരീക്ഷ നടക്കാൻ പോവുകയാണ്. ഇതിന്റെ മുന്നോടിയായി മോഡൽ ചോദ്യപേപ്പറായി ഇവിടെ കാണിക്കുന്നത് 2025 സമസ്ത നടത്തിയ പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. എല്ലാ വിഷയത്തിന്റെയും ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്ന് സിൽ ബിമാ യുനാസിബു ഫിഖിന്റെ ചോദ്യപേപ്പറാണ്. ആദ്യമായിട്ട് ബ്രാക്കറ്റിൽ നിന്ന് അനുയോജ്യമായത് എടുത്തു പൂരിപ്പിക്കുക. ഇവിടെ 6 ചോദ്യങ്ങളുണ്ട്. ഓരോന്നിനും 2 മാർക്ക് വീതമാണ് നൽകുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം നുമൈസു സഹിയ ബിആദിഹി ടിക്ക്. ടിക്ക് മാർക്ക് കൊടുക്കുക. ശരിയായതിന് നേരെ ടിക്ക് മാർക്ക് ചെയ്യുക. ഓരോന്നിനും 2 മാർക്ക് വീതം. 6 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 3 നെക്തുബുൽ അഹ്കാമ വിധി ഇത് 5 ചോദ്യങ്ങളാണ്. ഓരോന്നിനും 3 മാർക്ക് വീതം. 4 ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിനും ഉത്തരത്തിനും 5 മാർക്ക് വീതമാണ് നൽകുന്നത്. 5 പൂരിപ്പിച്ച് അർത്ഥം എഴുതുക. ഓരോന്നിനും 6 മാർക്ക് വീതം. 6 വ്യക്തമാക്കി എഴുതുക. ഓരോന്നിനും 3 മാർക്ക് വീതം. ഏമത് ഉക്തുബിൽ മാന അർത്ഥം എഴുതുക. അർത്ഥം അറബി മലയാളത്തിൽ തന്നെ എഴുതേണ്ടതാണ്. അടുത്ത ലിസാൽ ഖുർആന് മയ്യിസ് സഹിയ ബി അലാമത്തി ടിക്ക്. ടിക്ക് മാർക്ക് കൊടുത്ത് ശരിയായത് ടിക്കിട. 6 ചോദ്യങ്ങളാണ്. ഓരോന്നിന് 2 മാർക്ക് വീതം. 2 ബ്രാക്കറ്റിൽ നിന്ന് അനുയോജ്യമായ ഉത്തരമെടുത്ത് പൂരിപ്പിക്കുക. 6 ചോദ്യങ്ങളാണ്. ഓരോന്നിനും 3 മാർക്ക് വീതം. 3 കെലിമത്തുകള് ക്രമം തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ക്രമത്തിലാക്കുക. ഓരോന്നിനും 5 മാർക്ക് വീതം. 4 കമ്മില് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. 2 ചോദ്യങ്ങളാണ്. ഓരോന്നിനും 4 മാർക്ക് വീതം. 5 അറബിയിൽ എഴുതുക. 3 ചോദ്യങ്ങൾ. ഓരോന്നിനും 4 മാർക്ക് വീതം. 6 തർജീം അർത്ഥം എഴുതുക. ഓരോന്നിനും 5 മാർക്ക് വീതമാണ്. 2 ചോദ്യങ്ങളാണ്. ഏമത്ത് ഇലബിത്ത് ബിൽ അഷ്കാലി ഹർക്കത്ത് ഇടുക. ഓരോന്നിനും 4 മാർക്ക് വീതം. 8 ഉത്തരം എഴുതുക. 4 ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിന്റെ ഉത്തരത്തിനും 4 മാർക്ക് വീതം. 9 അർത്ഥം എഴുതുക. 2 ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിന്റെ ഉത്തരത്തിനും ഓരോ മാർക്ക് വീതം. ദുറൂസ് ഒന്നാമത്തെ ശരിയായതിന് നേരെ ടിക്ക് മാർക്ക് കൊടുക്കുക. 6 ചോദ്യങ്ങളാണ്. ഓരോന്നിനും 2 മാർക്ക് വീതം. 2 ശരിയായ നമ്പർ ശരിയായത് നമ്പർ ഇട്ട് പൂരിപ്പിക്കുക. ഓരോന്നിനും 2 മാർക്ക് വീതം. 3 ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ആൻസർ എടുത്ത് പൂരിപ്പിക്കുക. 2 മാർക്ക് വീതം. 4 അർത്ഥം എഴുതുക. 4 മാർക്ക് വീതം. 5 വ്യക്തമാക്കുക. 6 ഉത്തരം എഴുതുക. ഏമത്തത് അർത്ഥം എഴുതുക. ഓരോന്നിനും 5 മാർക്ക് വീതമാണ്. 4 ചോദ്യങ്ങളാണ് ഉള്ളത്. തഫ്സീർ ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ച ആൻസർ എടുത്ത് പൂരിപ്പിക്കുക. 2 ആയത്തിനോട് യോജിച്ച തഫ്സീർ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് പൂരിപ്പിക്കുക. 3 അറബിയിൽ അർത്ഥം എഴുതുക. 4 തഫ്സീർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോട് യോജിച്ച ആയത്ത് എഴുതുക. 5 ഉത്തരം എഴുതുക. 6 അർത്ഥം എഴുതുക. 7
അടിവരട്ട പദത്തിന്റെ തഫ്സീർ എഴുതുക. 8 ബ്രാക്കറ്റിൽ കൊടുത്ത പദം അതിന്റെ ഉദ്ദേശം എന്താണെന്ന് എഴുതുക. ഇത്രയുമാണ് ചോദ്യപേപ്പറുകളുള്ളത്. നന്നായിട്ട് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.